തമിഴ്നാട് രാമേശ്വരത്ത് സ്ഥിതി ചെയ്യുന്ന അതീവ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പുരാണ സങ്കേതമാണ് കോദണ്ഡ രാമസ്വാമി ക്ഷേത്രം. രാമേശ്വരം പ്രധാന ടൗണിൽ നിന്നും ധനുഷ്കോടിയിലേക്കുള്ള വഴിയിൽ ഏകദേശം 12 മുതൽ 13 കിലോമീറ്റർ വരെ മാറിയാണ് ഈ തീരദേശ പ്രദേശത്ത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രാവണന്റെ സഹോദരനായ വിഭീഷണൻ ലങ്കയിൽ നിന്നും എത്തി ശ്രീരാമനിൽ ശരണം പ്രാപിച്ച ഇടമാണിത്. രാമരാവണ യുദ്ധത്തിന് മുൻപ് ശ്രീരാമൻ വിഭീഷണനെ ലങ്കയുടെ രാജാവ് ഇവിടെ വെച്ച് കിരീടധാരണം നടത്തിയെന്നാണ് ഐതിഹ്യം. അതിനാൽ ഇത് വിഭീഷണ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. കോദണ്ഡം ധരിച്ച ശ്രീരാമൻ, ലക്ഷ്മണൻ, സീതാദേവി കൂടാതെ കൈകൾ കൂപ്പി നിൽക്കുന്ന വിഭീഷണൻ എന്നിവരുടെ വിഗ്രഹങ്ങൾ ഇവിടെയുണ്ട്. കടലിനാൽ 3 വശങ്ങളും ചുറ്റപ്പെട്ട ഒരു മനോഹരമായ ദ്വീപ് പോലുള്ള പ്രദേശത്താണ് ഈ ക്ഷേത്രമുള്ളത്. ബംഗാൾ ഉൾക്കടലിന്റെയും മന്നാർ ഉൾക്കടലിന്റെയും മനോഹരമായ കാഴ്ചകൾ ഇവിടെ നിന്നും കാണാം. 1964 ധനുഷ്കോടിയെ പൂർണ്ണമായും തകർത്ത ഭീകരമായ ചുഴലിക്കാറ്റിൽ തകരാതെ അവശേഷിച്ച ഒരേയൊരു നിർമ്മിതിയാണ് ഈ ക്ഷേത്രം. സാധാരണയായി രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ക്ഷേത്രം തുറന്നിരിക്കുന്നത്. രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ പ്രധാന രാമനാഥസ്വാമി ക്ഷേത്രത്തിൽ നിന്നോ ടാക്സി അല്ലെങ്കിൽ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ബസ് മാർഗം ധനുഷ്കോടി റൂട്ടിലൂടെ ഇവിടെ എത്താം. ഒരു കാലത്ത് വലിയ റെയിൽവേ സ്റ്റേഷനും ചർച്ചും സ്കൂളും പോസ്റ്റ് ഓഫീസും ഒക്കെയുള്ള സജീവമായ ഒരു പട്ടണമായിരുന്നു ധനുഷ്കോടി. എന്നാൽ 1964 ഡിസംബറിൽ ഉണ്ടായ അതിശക്തമായ ചുഴലിക്കാറ്റിലും കടലാക്രമണത്തിലും ഈ പ്രദേശം പൂർണ്ണമായും തകർന്നുപോയി. അന്ന് പാമ്പൻ പാലത്തിലൂടെ ധനുഷ്കോടിയിലേക്ക് വരികയായിരുന്ന ഒരു പാസഞ്ചർ ട്രെയിൻ പൂർണ്ണമായും മുങ്ങിപ്പോവുകയും 100-ലധികം യാത്രക്കാർ മരണപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഇവിടെ മനുഷ്യവാസയോഗ്യമല്ലാത്ത ഒരു ഭൂതനഗരമായി പ്രഖ്യാപിക്കപ്പെട്ടു. റെയിൽവേ സ്റ്റേഷന്റെ അവശിഷ്ടങ്ങൾക്ക് സമീപം ചെറിയൊരു ശിവക്ഷേത്രമുണ്ട്. ശ്രീരാമൻ ലങ്കയിലേക്ക് പാലം നിർമ്മിക്കാൻ ഉപയോഗിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന മിഥ്യാശിലകൾ, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കല്ലുകൾ ഈ ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം.